ിലേക്കെത്താം. ആഷിഖ് അബു രാജിവെച്ചിരിക്കുകയാണ്. ഫെഫ്കയുടെ പ്രാഥമിക അംഗത്വമാണ് രാജിവെച്ചിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണനെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ഫെഫ്കയിൽ നിന്ന് ഡയറക്ടേഴ്സ് യൂണിയനിൽ നിന്ന് ആഷിഖ് അബു ഇറങ്ങുന്നത്. നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് സംഘടന വിടുന്നു സംവിധായകൻ ആഷിഖ് അബു. ഫെഫ്ക മറ്റ് യൂണിയനുകൾക്ക്, അതായത് ഫെഡറേഷനിൽപ്പെട്ട 21 യൂണിയനുകളുടെയും ജനറൽ സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ഒതുക്കുന്നു ഹേമ കമ്മിറ്റിയിന്മേലുള്ള തുടർ നടപടികൾ എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. നിലപാടില്ലായ്മ തുറന്നു കാട്ടിക്കൊണ്ട് സംഘടനയിൽ നിന്ന് പ്രാഥമിക അംഗത്വം ഉപേക്ഷിച്ചിറങ്ങുകയാണ് സംവിധായകൻ ആഷിഖ് അബു. സംഘടന വിടുന്നതായിട്ടുള്ള രാജിക്കത്ത് അത് മാധ്യമങ്ങൾക്കും ആഷിഖ് അബു ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. ഫെഫ്കയിൽ വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ലേബി സജീന്ദ്രൻ, ഫെഫ്കയിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെ? സുജയ, ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫെഫ്ക പോലൊരു സംഘടന ഒരു പക്ഷേ കേരളത്തിൽ തന്നെ തൊഴിലാളി സംഘടനകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കെട്ടുറപ്പുള്ള സംഘടന. അതായത് വിവിധ മേഖലകളിലെ ലൈറ്റ് ബോയ്സ് മുതൽ ഡ്രൈവേഴ്സ് മുതൽ എല്ലാ ടെക്നിക്കൽ സ്റ്റാഫും ഉൾപ്പെടുന്ന ഏതാണ്ട് 7000-ഓളം അംഗബലമുള്ള സംഘടന. സിനിമാ മേഖലയിൽ തന്നെ ഏറ്റവും അംഗബലം കൂടിയ സംഘടന എന്നും ഫെഫ്കയെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ 2008-ലാണ് മാക്ടബിളിന്റെ പിളർപ്പിന് ശേഷം ഫെഫ്ക രൂപം കൊള്ളുന്നത്. അതിനുശേഷം ഇന്നോളം അതിന്റെ സാരഥിയായി തുടരുന്ന ബി ഉണ്ണികൃഷ്ണൻ ചോദ്യം ചെയ്യാൻ ഇന്ന് വരെ ആരും മുതിർന്നിട്ടില്ല. അതിന്റെ നേതൃത്വത്തിനെതിരെ ഒരു വിരൽ പോലും ഈ സമയം വരെ ഉയർന്നിട്ടില്ല. അതാണ് ഫെഫ്കയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം. അവിടെയാണ് വിമത ശബ്ദം ഉയർന്നത് കഴിഞ്ഞ ദിവസം. അത് മാത്രമല്ല, ഇപ്പോൾ ആദ്യ രാജി വന്നിരിക്കുന്നു. അതും ആഷിഖ് അബുവിനെ പോലെ ഒരു വളരെ പ്രമുഖനായ ഒരു സംവിധായകന്റെ രാജി എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രാധാന്യം കൂടുതലുമാണ്. ഈ ഫെഫ്കയെ സംബന്ധിച്ചിടത്തോളം ഫെഫ്ക മാക്ടയുടെ പിളർപ്പിന് ശേഷം രൂപം കൊണ്ട ഫെഫ്ക 2008-ന് ശേഷം ഈ 16 വർഷമായിട്ടും ബി ഉണ്ണികൃഷ്ണനാണ് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അധികാര സ്ഥാനം ഇളകിയിട്ടേയില്ല. ഒരേപോലെ ഫെഫ്ക പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആദ്യമായി ഇത്തരത്തിൽ ആർക്കും വിമത ശബ്ദം ഉയർത്താനുള്ളൊരു ധൈര്യം ഫെഫ്കയ്ക്കകത്ത് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ വിനയൻ ഉൾപ്പെടെയുള്ളവർ ഏതെങ്കിലും സംവിധായകർ ശബ്ദമുയർത്തി എന്ന് പറയുമ്പോൾ വിനയനൊക്കെ ഇതിന് പുറത്ത് നിൽക്കുന്നവരാണ്. മാക്ടിയുടെ പിളർപ്പിന് ശേഷം ഫെഫ്കയിലേക്ക് കയറാതെ പുറത്ത് മാറി നിൽക്കുന്ന ആളാണ് വിനയൻ. അതല്ലാതെ ഈ മറ്റൊരു ഇതിനകത്ത് അംഗത്വമുള്ള ഇതിനകത്ത് മെമ്പർഷിപ്പുള്ള ഒരാൾ പോലും ഇതുവരെ ഇതിനെതിരായി ഒരു ശബ്ദം ഉയർത്താൻ ധൈര്യം കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിന്റെ ഒരു അപ്രമാദിത്വത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ലേബി സജീന്ദ്രൻ, ഈ ഫെഫ്ക നേതൃത്വത്തിനെതിരെ ബി ഉണ്ണികൃഷ്ണനെതിരെ ഒരു തുറന്ന പോരാട്ടത്തിന് ആഷിഖ് അബുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തയ്യാറെടുക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? AMMയിൽ ഉണ്ടായതുപോലെ ഒരു പൊട്ടിത്തെറി ഫെഫ്കയിലും ഉണ്ടാവുകയാണ്. തീർച്ചയായും ഇതുവരെ ഞാൻ അതാണ് വിനീത നേരത്തെ സൂചിപ്പിച്ചത്. കാര്യം അമ്മ എന്ന് പറയുമ്പോൾ 500-ൽ പരം മാത്രം അംഗങ്ങൾ, കാര്യം താരങ്ങളുടെ താരമൂല്യം കൂടുതലാണ് എങ്കിലും 500-ൽ പരം അംഗങ്ങളാണ് ഈ AMMA എന്ന് പറയുന്ന സംഘടനയിലുള്ളത്. മറ്റു സിനിമാ മേഖലയിലെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലയിലെ ഏത് സംഘടനയാണെങ്കിലും താരതമ്യേന അംഗബലം കുറവാണ്. ഫെഫ്കയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സാങ്കേതിക പ്രവർത്തകരെയും ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണത്. ആ പ്ലാറ്റ്ഫോമിലാണ് ഇതുവരെ ഇളക്കം തട്ടാതെ ബി ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾ തുടർന്നു വന്നിരിക്കുന്നത്. ഇതുവരെയും ഒരു വിമത ശബ്ദം ഉയർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കെട്ടുറപ്പെന്ന് മാത്രമാണോ അതിനെ പറയേണ്ടതെന്ന് സംശയമുണ്ട് ഈ ഘട്ടത്തിൽ. കാര്യം നേരത്തെ തന്നെ ആഷിഖ് അബു ഒക്കെ ഈ പ്രതിഫല സംബന്ധിച്ച്, ഇതിന്റെ ലെവി സംബന്ധിച്ചൊക്കെ നേരത്തെ തർക്കമൊക്കെ ഉയർന്നിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരുകയും അത് കെട്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലൊരു കനത്ത വിമത ശബ്ദം ഉയരുകയോ ഇതുപോലൊരു ആഞ്ഞടിക്കൽ ഉണ്ടാവുകയോ ഇതിലെ പൊട്ടിത്തെറി ഉണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതിനുള്ള ധൈര്യം ആരും കാണിച്ചിട്ടുമില്ല. ഈ ഒരു ഘട്ടത്തിൽ ആഷിഖ് അബുവിനെ പോലെ ഒരാൾ ഇത്തരത്തിൽ വളരെ പ്രത്യക്ഷമായി രംഗത്തേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം ആഷിഖ് അബു വളരെ ശക്തമായി ബി ഉണ്ണികൃഷ്ണനെതിരെ ആഞ്ഞടിച്ചപ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ രാജി പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതിലേക്ക് തന്നെ അത് എത്തുമെന്നുള്ള കാര്യത്തിന്റെ ആദ്യ സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ ആഷിഖ് അബു ആദ്യ വെടിപൊട്ടിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ പിന്നാലെ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു കലഹത്തിന് ഇറങ്ങുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഫെഫ്കയിലെ പൊട്ടിത്തെറി. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റവും ചെറിയ ഇപ്പോൾ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്ക് പോലും അംഗത്വം എടുക്കണമെങ്കിൽ കൊടുക്കേണ്ടി അതുതന്നെയാണ് സിനിമാ മേഖലയിലെ എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള യൂണിയനാണ്, സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ AMMയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം പാലിച്ചിരിക്കുകയാണ് ഫെഫ്ക നേതൃത്വം